ഹായ് ഫ്രണ്ട്സ്, നമ്മളൊന്നൊരു ചെറിയൊരു ഉള്ളി കൃഷിയാണ് കാണാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളിത്തണ്ട് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ നോക്കാം. നമ്മൾ ചീരയിലൊക്കെ തോരൻ വെച്ച് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉള്ളിത്തണ്ടും തോരൻ വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയും ഹെൽത്തിയാണ്. ചീരയിൽ എത്രയും ഹെൽത്തിയാണോ അതിലും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഉള്ളിത്തണ്ടെന്ന് പറയുന്നത്. അത് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു ചിലവില്ലാതെ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് പഴയ സ്യൂട്ട് കേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ചെറിയൊരു അടുക്കള തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതും യാതൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇതിന് വരുന്നില്ല കേട്ടോ. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആകുമ്പോൾ പുഴുശല്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ആകുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊന്ന് നട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് സൂര്യപ്രകാശം മാത്രമേ ഈ ഒരു ഉള്ളിത്തണ്ടിന് വേണ്ടൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് തോരനുള്ളത് നമുക്കൊരു 4-5 പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം കേട്ടോ. നമ്മൾ ഇത്രയും ഉള്ളി നമ്മൾ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന ഓരോ പാത്രങ്ങളിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളി കൃഷി ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ വെറുതെ നമ്മൾ കളയുന്ന ഒരേ പാത്രങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇത് കുട്ടികളൊക്കെ ഉപയോഗിച്ച് കളഞ്ഞ ചെണ്ടയുടെയൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇതിനൊക്കെ അധികം ആഴത്തിലുള്ള സാധനങ്ങളൊന്നും എടുക്കണ്ട. ഇത് വരുന്നത് ഒരു സ്യൂട്ട് കേസാണ് കേട്ടോ. നമുക്ക് ഇത്രയും സ്ഥലത്ത് നമ്മളൊരു പാടത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ഫീൽഡിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ലൈനായിട്ട് ഇങ്ങനെ ഈ സ്യൂട്ട് കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്താൽ പോലും എടുക്കാത്ത ഒരു സാധനമാണ് ഈ സ്യൂട്ട് കേസൊക്കെ. പക്ഷേ നമുക്കിത് കൊല്ലങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിനൊരു കേടും പറ്റില്ല. ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് നമ്മൾ ഉള്ളി തന്നെയല്ലായിരുന്നു, ഇതിൽ വേറെ സാധനങ്ങളായിരുന്നു കേട്ടോ. ഇതിൽ പുതിനയൊക്കെ ആയിരുന്നു ഞാൻ നട്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളി കൃഷി ഞാൻ ഇതിലൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സക്സസ് ആണെന്ന് പറഞ്ഞ പോലെ ഇത്രയും നമുക്ക് കണ്ട് ഇത്രയും തണ്ടുകൾ നമുക്ക് ഇതിലുണ്ടായി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇത് ശരിക്കും നമുക്ക് കട്ട് ചെയ്യാറായി. ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് മുളച്ച് പിന്നെയും നമുക്ക് ഉള്ളിത്തണ്ട് കിട്ടും കേട്ടോ. പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും നമുക്കിത് കട്ട് ചെയ്ത് എടുത്തിട്ട് ആദ്യം ഇത് വളർന്നു വന്നോളൂ കേട്ടോ. നമുക്ക് ഈ ഉള്ളി കൃഷിക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് നോക്കി നമ്മൾ ഇപ്പോൾ മുകളിൽ ടെറസിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല സൂര്യപ്രകാശം മാത്രം കിട്ടുക, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ആവരുതെന്ന് മാത്രം. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി ചീഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദിവസത്തിൽ ഒരു നേരം ഇങ്ങനെയുള്ള പരന്ന പാത്രമൊക്കെ ആകുമ്പോൾ ദിവസത്തിൽ രാവിലെ വൈകിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. വെള്ളം പിന്നെ ഇതിൽ ഞാനിപ്പോൾ യാതൊരു വളങ്ങളും ഇടാതെയാണ് വെറുതെ മണലിൽ കുത്തി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. മണലെന്ന് പറഞ്ഞാൽ നമുക്ക് മഴയത്തെ കൊലിച്ച് ഒരു ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടുന്ന ഒരു മണലുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒട്ടും ഇങ്ങനെ കെട്ടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മണലും വെള്ളവും സൂര്യപ്രകാശവും മാത്രം നമുക്കിതിന് മതി. ഏത് മണ്ണിലായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിന് ഏറ്റവും ഉപകാരം എന്ന് പറയുന്നത് ഇതിന് പുഴുക്കേടൊന്നും അധികം വരില്ല. അധികമല്ല, ഇതിന് വരുന്നില്ല. നമ്മളിപ്പോൾ വേറെ ഏത് പച്ചക്കറി കൃഷി ചെയ്യായാലും നമുക്ക് അതിലൊക്കെ പുഴുക്കേടും നമുക്ക് പിന്നെ അതിന് കുറേ വളങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഇത് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ സ്യൂട്ട് കേസും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട, വേസ്റ്റായിട്ട് കളയണ്ട. നമുക്ക് ഇങ്ങനെയുള്ള കൃഷിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഇതിൽ നമുക്ക് പുതിന അല്ലെങ്കിൽ മല്ലിയിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആഴം അധികം വേണ്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, ഏറ്റവും ബെറ്റർ ആട്ടോ അതിന്. പിന്നെ അടുത്തൊരു സ്യൂട്ട് കേസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കയ്പ ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമേ ചെറിയൊരു ഇതൊക്കെ വരുന്നുണ്ട്, കയ്പരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെയുള്ള സൂട്ട് കേസുകളൊക്കെ ആരും കളയാതെ വെറുതെ വലിച്ചു വീക്കാതെ തന്നെ തൊട്ട് നശിച്ച് പോവില്ല, മണ്ണിൽ കിടന്ന് നശിക്കില്ല, എന്നിട്ട് ആക്രിക്കാരോട്ട് കൊണ്ടുപോവില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രയും ഉപകാരപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്കും അതിങ്ങനെ വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ അതൊക്കെ പൊട്ടി പോവും. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കൊല്ലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഉണ്ടോ, ഇതിൽ വെള്ളമാണെങ്കിൽ പോവും ചെയ്യും. ഇപ്പോൾ വെള്ളം പോയില്ലെങ്കിൽ തന്നെ നമുക്ക് അടിയിലൊരു കോലോ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി കൊടുത്ത് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വെള്ളം പോകും കേട്ടോ. ഇത്രയും ഇപ്പോൾ കയ്പയ്ക്കൊക്കെ അത്യാവശ്യം മണ്ണും
വളമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വലിയ പെട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിൽ മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിൽ തന്നെ കിടക്കുകയും ചെയ്യും. ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. കണ്ടോ, ഇതൊക്കെ ചെറിയൊരു അടുക്കളത്തോട്ടാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഉപകാരങ്ങൾ കേട്ടോ. നമുക്ക് ഏത് പച്ചക്കറിയിലും ഇപ്പോൾ ഇതിൽ വഴുതനങ്ങയോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളി നടാനായിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു പാത്രം ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇതിൻ്റെ ഒരു മിക്സും എങ്ങനെ നടണ്ടേന്നും പിന്നെ കുറച്ച് ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂട്ടാൻ വെക്കാൻ വാങ്ങുന്ന അതേ ഉള്ളി തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊരു ഉള്ളിയല്ല. നമ്മൾ അതിൽ ഏറ്റവും വേണ്ടാത്തത്, ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ മുള വന്നത്, പിന്നെ പൊട്ടയായിട്ടുള്ള ഏത് സാധനം, പൊട്ട ഉള്ളിയൊക്കെ നമ്മൾ കളയാനോ അല്ലെങ്കിൽ ഇപ്പോൾ കൂട്ടാൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഉള്ളികളെടുത്ത് നമുക്കിത് നടാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിക്ക് വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വിത്തുകൾ നോക്കിയെടുക്കണം. പക്ഷേ നമ്മളിത് തണ്ടാണ് മെയിനായിട്ട് ലക്ഷ്യമിട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് ആഴ്ചയിലോ ഈ തണ്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് തോരനോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഉള്ളിത്തണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് സാധാ മണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം. ഞാനിപ്പോൾ അവിടെ ചെയ്തേക്കുന്നതിൽ ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇളക്കുള്ള മണ്ണ് വേണമെന്ന് മാത്രം കേട്ടോ. നല്ല കട്ടിയിലിരിക്കുന്ന മണ്ണൊന്നും ആവില്ലേ. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഈ ഉള്ളി എടുക്കുക. ഈ മുളച്ച ഭാഗമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല, എന്തായാലും അത് മുളച്ച് വരും കേട്ടോ. ഇങ്ങനെ കുത്തി കൊടുക്കുക. ഈ ഇങ്ങനത്തെ അടിഭാഗം ഉണ്ടല്ലോ, ഈ വേര് വരുന്ന ഭാഗം അത് അടിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി കൊടുക്കുക വേണ്ടു. നമുക്ക് വേറെ ഏതെങ്കിലും പച്ചക്കറിയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മുളച്ച് വരില്ല കേട്ടോ. പക്ഷേ ഇത് 100% നമുക്ക് ഉറപ്പാണ്, ഇത് എന്തായാലും മുളയ്ക്കും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി. വേറെ ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ദിവസത്തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെയിലത്ത് കൊണ്ടുവയ്ക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ഇതിലൊരു പണിയുള്ളൂ കേട്ടോ. ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ മഴക്കാലം വരുമ്പോൾ നനവൊക്കെ അടിയിലേക്ക് തട്ടുക, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവുക. നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ഈ മണ്ണൊക്കെ നിറച്ച് ടെറസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലീക്കേജോ അല്ലെങ്കിൽ നനവിൻ്റെ ഒരു പാടുകളൊക്കെ നമുക്ക് നമ്മുടെ അടിയിൽ ചുമരുമ്പളക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കൊന്ന് മാറ്റാനായിട്ട് ഇങ്ങനെ വല്ല ആക്രി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ 2 ഇഷ്ടികക്കട്ടയൊക്കെ വെച്ചിട്ട് വല്ല മരത്തിൻ്റെയോ ഇരുമ്പിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. വല്ല മരക്കമ്പുകളായാലും ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്കൊന്ന് പൊക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ലീക്കേജിൻ്റെയൊക്കെ പ്രശ്നം കുറച്ച് പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ആക്രി സാധനങ്ങളാണ് കേട്ടോ ഞാനിവിടെ വെച്ചേക്കുന്നത്. ഇതൊക്കെ സാധാ ഗ്രോ ബാഗിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. നമുക്ക് ഇതൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് വെക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളൊന്നുമല്ല, ചെറുതായിട്ട് നമ്മുടെ ഒരാഗ്രഹവും പിന്നെ അധികം സ്ഥലം നമ്മൾ യൂസ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഈ പെട്ടിയൊക്കെ വെച്ചൊന്ന് പൊക്കിയൊക്കെ വെക്കേണ്ട. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം താഴേക്ക് ലീക്കേജൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുക. നമുക്കത് ഗ്രില്ലും അല്ലെങ്കിൽ സ്റ്റാൻഡൊക്കെ നമുക്ക് വെക്കാനുള്ള അത്രയ്ക്ക് വലിയ കൃഷിയൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനും ഉണ്ടാവില്ല ചിലപ്പോൾ. നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ല തരികട സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പെട്ടിയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പൊക്കിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലീക്കേജ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. തക്കാളിയൊക്കെ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് കുറച്ച് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഇറച്ചി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിൽ മാത്രം അല്ല, നമുക്ക് എന്തെങ്കിലും നമുക്ക് വെക്കട്ടോ, അല്ലെങ്കിൽ ചാക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ കവറുകളൊക്കെ എടുത്തിട്ട് നമുക്ക് തക്കാളിയൊക്കെ വെക്കട്ടോ. ചീരയായാലും എല്ലാം പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡായിട്ട് കൊടുത്തേക്കുന്നത് അടക്കയടത്തിൻ്റെ ഒരു പുളിയാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്.
നമുക്കിവിടെ മലയുടെ ഏരിയ ആയതുകൊണ്ട് പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊക്കി വെച്ചാലേ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രോ ബാഗൊക്കെ നിലത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിലൊക്കെ പാമ്പൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചീര, തക്കാളി, കയ്പ്പയ്ക്ക, ഇപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഉള്ളി ചെയ്യാത്തവരൊന്നും ഉള്ളി കൃഷി ചെയ്ത് നോക്കിയോളൂ. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇതിനൊക്കെ ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉള്ളി കൃഷി ചെയ്യുന്നതിൻ്റെ വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.